ഹായ് ഫ്രണ്ട്സ്, ലിനിസ് ഫുഡ് കോർണറിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമുക്കിന്ന് വരാൽ പാല് കറി വയ്ക്കാം കേട്ടോ. അപ്പോൾ നമ്മളതിന് വേണ്ടിയിട്ട് ഇവിടെ വരാൽ വാങ്ങിച്ചിട്ടുണ്ട്. നല്ല പച്ച വരാലാണ്. അപ്പോൾ നമുക്കതൊന്ന് കട്ട് ചെയ്തെടുക്കാം. വരാൽ ക്ലീൻ ചെയ്തെടുക്കുക എന്ന് പറഞ്ഞാൽ കുറച്ച് ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ്. നമ്മളിത് കട്ട് ചെയ്യാൻ എളുപ്പത്തിനായിട്ട് നമ്മൾ കുറച്ച് ഉപ്പ് വെള്ളത്തിൽ കുറച്ച് നേരം ഇട്ടൊന്ന് വെച്ചിട്ട് നല്ലതുപോലെ കഴുകിയതിന് ശേഷം നമ്മൾ കട്ട് ചെയ്യാനായിട്ട് എടുക്കുക. അപ്പോൾ ഇത്തിരി വഴുവഴുപ്പൊക്കെ കുറഞ്ഞ് കിട്ടും. അപ്പം നമ്മളിവിടെ വരാൽ എല്ലാം ക്ലീൻ ചെയ്തതിന് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. അപ്പം നമ്മളത് 2 സൈസ് കറിയാണ് വെക്കുന്നത്. ഫിഷ് മോളിയും വെക്കുന്നുണ്ട്, തേങ്ങാപ്പാലൊഴിച്ച് ഒരു പാല് കറിയും വെക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് പാല് കറി വെക്കുന്ന രീതി ഞാൻ കാണിച്ചു തരാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ സാധാരണ ചെയ്യുന്ന പോലെ തന്നെ ഇഞ്ചി, പച്ചമുളക്, വേപ്പില, ഉള്ളി, വെളുത്തുള്ളി ഇതെല്ലാം കൂടി ഒന്ന് മൂപ്പിച്ചെടുക്കാം. ഒത്തിരി മൂക്കരുത് കേട്ടോ. അതിലേക്ക് നമുക്ക് 2 സ്പൂൺ മുളക് പൊടി, ഒരു 3/4 സ്പൂൺ മഞ്ഞൾപ്പൊടി, 1 സ്പൂൺ മല്ലിപ്പൊടി ഇതെല്ലാം കൂടി ഇട്ടിട്ട് ഒന്ന് വഴറ്റി കൊടുക്കുക. നന്നായി മൂപ്പിക്കാൻ നിൽക്കരുതേ. അതിൽ നമുക്ക് തലപ്പാൽ മാറ്റി വെച്ചിട്ട് 2-ാം പാൽ നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ആവശ്യത്തിന് കുടമ്പുളി ചേർത്ത് കൊടുത്തിട്ടുണ്ട്, ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി തിളച്ച് കഴിയുമ്പോൾ ഇതിലേക്ക് നമുക്ക് മീൻ കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മളൊരു കുറുകിയിരിക്കുന്ന കറിയാണ് നമ്മൾ ചെയ്യുന്നത്. അതുകൊണ്ട് നമ്മളധികം 2-ാം പാൽ ഒത്തിരി ഒന്നും പിഴിഞ്ഞ് വെച്ചിട്ടില്ല. ഈ മീനിൻ്റെ ഒപ്പം നിൽക്കാൻ പാകത്തിന് മാത്രമേ നമ്മൾ ചേർത്തിട്ടുള്ളൂ. ഇതിലേക്ക് നമ്മൾ പച്ചമുളക് കട്ട് ചെയ്ത് ഇടുകയാണ്. ഒരു 5 മിനിറ്റ് മൂടി വെച്ച് വേവിച്ചതിന് ശേഷം നമുക്കത് തുറന്ന് അതിലേക്ക് നമ്മൾ തലപ്പാൽ ഒഴിച്ചു കൊടുക്കുകയാണേ. തലപ്പാൽ ഒഴിക്കുമ്പോൾ നമ്മൾ മീഡിയം ഫ്ലെയിമിലേക്ക് ആക്കണേ. അതുമാത്രമല്ല, തലപ്പാൽ ഒഴിച്ച് കഴിഞ്ഞ് തിളച്ച് തുടങ്ങുമ്പോൾ തന്നെ നമ്മൾ താളിപ്പിട്ട് ഫ്ലെയിം ഓഫ് ചെയ്തേക്കണം. തലപ്പാൽ 1 കപ്പോളം ഉണ്ട് കേട്ടോ. ഞാൻ 1 തേങ്ങയുടെ പാലാണ് പിഴിഞ്ഞത്. തലപ്പാൽ മാറ്റി വെച്ചിട്ട് 2-ാം പാലാണ് ആദ്യം ചേർത്തത്. ഇപ്പം നമുക്ക് കറി തിളച്ച് വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് നമ്മൾ ഉള്ളി, വെളുത്തുള്ളി, വേപ്പിലയും കൂടി താളിച്ചതും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഇവിടെ നമ്മുടെ കറി റെഡിയായി. വളരെ സ്വാദിഷ്ടമായൊരു കറിയാണ്. ചോറൊക്കെ നന്നായി കഴിക്കാൻ പറ്റും. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. എല്ലാവർക്കും തന്നെ ഇഷ്ടപ്പെടും. മാത്രമല്ല, നമ്മുടെ ഇന്നത്തെ റെസിപ്പി ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ. താങ്ക്